HSA ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകുമോ? സിലബസിൽ കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്? ഡിസ്ക്രിപ്റ്റീവ് ആക്കാനുള്ള സാധ്യതയുണ്ട്? ഇപ്പോഴത്തെ ഒഴിവുകൾ എങ്ങനെയാണ്? നിലവിലുള്ള നിയമനം എങ്ങനെയാണ്? അങ്ങനെ ഒരു 100 സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം എൻട്രിയിലെ പ്രഗത്ഭനായ അധ്യാപകനും PSC എക്സ്പെർട്ടുമായ ശ്രീ അനിൽകുമാർ സാറുണ്ട്. സോ നമുക്ക് അനിൽകുമാർ സാറിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. സാർ, നമ്മുടെ HSAയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരാൻ സാധ്യതയുണ്ട്? HSAയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരവൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷെ സാധ്യത പറയാം. ഇപ്പോൾ നമ്മുടെ PSC ചെയർമാൻ നടത്തിയൊരു പ്രസ്താവന, ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ അത് 1.5 വർഷം പിന്നിടുമ്പോൾ, നമുക്കറിയാം 3 വർഷം വരെ മാക്സിമം നീണ്ടുപോകാം, അത് 1.5 വർഷത്തിന് മുമ്പ് ക്യാൻസൽ ആകാത്തൊരു സാഹചര്യം, ക്യാൻസലായാൽ നമുക്കറിയാം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരാം. പക്ഷേ 1.5 വർഷം വരെ അത് ക്യാൻസൽ ആകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കണം എന്ന് കർശനമായ നിർദ്ദേശം ചെയർമാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ തസ്തികയെ പറ്റി പറഞ്ഞാൽ 2021 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് 254/2021 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ഇത് വന്നത്. പക്ഷേ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല ജില്ലകളിൽ വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോൾ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ 2023 ജൂണിൽ റാങ്ക് ലിസ്റ്റ് വരികയാണ്. ഓഗസ്റ്റ് 2023 ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ വന്നു. 2023 സെപ്റ്റംബർ ആയപ്പോൾ കോട്ടയം, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾ, അങ്ങനെ 14 ജില്ലകളിലും വന്നു. അപ്പോൾ ഏറ്റവും അവസാനം സെപ്റ്റംബറിലാണ് വന്നത്, ഏറ്റവും ആദ്യം ജൂണിലുമാണ് വന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം 2026 ജൂൺ ഏറ്റവും ആദ്യം വന്ന ജില്ലകളിൽ ജൂൺ വരെ അവർക്ക് ആയുസുണ്ട്, മറ്റത് സെപ്റ്റംബർ വരെയുണ്ട്. അപ്പോൾ എന്തായാലും 2024 പിന്നിടുമെന്ന് നമ്മൾ കരുതപ്പെടുന്നു. 2025 ആദ്യം പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 2025 ആദ്യത്തോടു കൂടി HSA ഇംഗ്ലീഷിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു നിഗമനം. സാറും അത് തന്നെയാണ് പറഞ്ഞത്. സോ പിന്നീട് ഉദ്യോഗാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, സിലബസിൽ കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ സംശയം, ഡിസ്ക്രിപ്റ്റീവ് ആക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ ഈ എൻട്രിയിൽ കോഴ്സ് ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു സംശയമാണ്, ഡിസ്ക്രിപ്റ്റീവ് ആവാൻ സാധ്യതയുണ്ടോ? ഇതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ആകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. 99% സാധ്യതയില്ല. അതിൻ്റെ കാരണം, അതിന് ഉപോത്ബലകമായിട്ട് ഞാൻ പറയുന്ന കാരണം, നമ്മളുടെ പഞ്ചായത്ത് സെക്രട്ടറി വന്നില്ലേ, ഒരു ഗസറ്റഡ് കേഡറാണ് അല്ലേ, ഗസറ്റഡ് കേഡറാണ്. എന്നിട്ട് പോലും അവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. കാരണം PSC അവരുടെ വാല്യുവേഷനും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഒരിക്കലും ഒബ്ജക്റ്റീവ് ടൈപ്പാണ് അവർ അതിന് വേണ്ടി പരീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഇൻ്റർവ്യൂ കൂടെയുള്ള പോസ്റ്റാണല്ലോ, അപ്പോൾ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പായിരിക്കും. പിന്നെ സിലബസിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ എന്ത് സിലബസിൽ എന്ത് മാറ്റം വരാൻ? ഇപ്പോൾ തന്നെ സാറേ അങ്ങനല്ലേ, നമ്മളുടെ ഇവരുടെ ഈ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ, അത് തന്നെയല്ലേ ഇതിൻ്റെ സിലബസിലും വരുന്നത്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഗ്രാമർ എന്ത് മാറ്റം വരാനാണ്? അതുപോലെ ഫോണറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, ലിറ്റററി ക്രിറ്റിസിസം, GK, റിനേസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുള്ളൂ. പിന്നെ മാറ്റം വരാൻ ഇംഗ്ലീഷിൽ സാധ്യതയുള്ളത് 1-2 പ്രോസ് പോർഷൻസ്, പോയട്രി പോർഷൻസ്, ഡ്രാമ പോർഷൻസ് ഒക്കെ മാറാം. അങ്ങനെ മാറിയാലും നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിൽ യാതൊരു പ്രശ്നമില്ലെന്നാണ്. അതായത് അടിസ്ഥാനപരമായിട്ട് ഒരു 80% മാർക്കോളം അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റവും വരില്ല. ചെറിയൊരു മാറ്റം. ഇപ്പോൾ നമ്മൾ തന്നെ UPS, LPS നമ്മൾ നേരത്തെ ഒന്നും വലിയ മാറ്റമൊക്കെ പ്രതീക്ഷിച്ചല്ലോ, അത്ര വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല നമുക്കറിയാം. അപ്പോൾ അതുപോലെ ഒരു ചെറിയ മാറ്റം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോഴുള്ള സിലബസിനെ ഫോളോ ചെയ്ത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. പിന്നീട് എല്ലാവരുടെയും ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒഴിവുകൾ എങ്ങനെയായിരിക്കാം, എത്രമാത്രം നമുക്ക് പ്രതീക്ഷിക്കാം? ഇപ്പം ഇപ്പോഴത്തെ ഒരു നിയമന രീതി അനുസരിച്ച്, സാറ് കുറേ വർഷങ്ങളായിട്ട് PSC വർക്ക് ചെയ്തുകൊണ്ട് സാറിനറിയാം, ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇനി വരാൻ പോകുന്ന ഒരു കാലത്ത് ഇംഗ്ലീഷിൻ്റെ സാധ്യത എങ്ങനെയായിരിക്കാം, ഒഴിവുകൾ എങ്ങനെയായിരിക്കാം? അപ്പോൾ ഇത് പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സാറേ, ഈ മറ്റ് HSA സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, ചിലതിനൊക്കെ നാച്ചുറൽ സയൻസിനൊക്കെ ചില ജില്ലകളിലൊക്കെ കുറവാണ്, എങ്കിലും അത് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഈ ഇംഗ്ലീഷ് HSA മാത്രം അല്പം ഒന്ന് പുറകോട്ടടിച്ച് നിൽക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. കാരണം അവർ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ മലയാളത്തിന് വേണ്ടതിനൊക്കെ കൂടുതൽ പീരീഡ് ഇംഗ്ലീഷിനുണ്ട്, എല്ലാ സ്കൂളിലും ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഉണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് മലയാളത്തിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, അത് ഞാൻ അതിൻ്റെ ഒരു ചരിത്രം അല്പം ഒന്ന് പറയാം സാർ. എന്താണെന്നറിയോ, നമുക്ക് മറ്റ് സബ്ജക്റ്റുകളൊക്കെ തന്നെ നമ്മുടെ കേരള PSC 56 തൊട്ട് നമ്മുടെ കേരള പിറവി തൊട്ടേ ഇങ്ങോട്ട് സെലക്ഷൻ നടത്തുക.
പക്ഷെ അന്ന് നമ്മൾ സ്വീകരിച്ചൊരു സമീപനം, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആരായിരിക്കും? സോഷ്യൽ സ്റ്റഡീസിന് വേണ്ടി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സയൻസിന് വേണ്ടി സെലക്ട് ചെയ്യുക, ആ അധ്യാപകരെ തന്നെ ഇതിന് ഉപയോഗിച്ചു. ഇംഗ്ലീഷിന് വേണ്ടി വേറിട്ട ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത് 2007-ലാണ്. 2007 ആദ്യം നോട്ടിഫിക്കേഷൻ വന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 വർഷമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ലിസ്റ്റ് വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പാസ്സായ ആ ബാച്ചിലർ ഡിഗ്രിയുള്ള ആൾക്കാരെ ഈ സെലക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്, സെലക്ഷൻ പ്രോസസ്സ്. ഇപ്പോഴും ഈ നിയമം അപ്പോൾ അത് അങ്ങനെ അന്നാണ് കൊണ്ടുവന്നെന്ന് പറയുമ്പോഴും ഇത് വരുമ്പോൾ വേക്കൻസികൾ ഫില്ലാകുന്നില്ല, എല്ലാ സ്ഥലങ്ങളിലേക്കും വരുന്നില്ല. അന്ന് ഹിസ്റ്ററിക്കാരെ എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ അവിടേക്ക് കുറേ പേര് വന്ന വേക്കൻസികളിലേക്ക് അന്ന് ആദ്യ ലിസ്റ്റിൽ നിന്ന് ഒരുവിധം നല്ല നിയമനം നടന്നു. പക്ഷെ അന്ന് കയറിയ ആൾക്കാർ ഒരു കുഴപ്പം, മറ്റേതെന്ന് പറഞ്ഞാൽ 56 തൊട്ടുള്ള ആൾക്കാരല്ലേ, ഇവരിങ്ങനെ റിട്ടയർ ചെയ്ത് പോകും. ഇവിടെ ഈ 2007 വന്നവരാണ്. ഈ 2007 നിന്ന് 2024 വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എന്തായി? ആ ഒരു വ്യത്യാസം നമുക്കറിയാമല്ലോ. 17 വർഷം. അപ്പോൾ ഇതിനിടയ്ക്ക് റിട്ടയർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം അന്നാണല്ലോ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കയറിയത്. പിന്നെ അന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഹിസ്റ്ററിക്കാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ആ ഒഴിവിലേക്കാണ് വരുന്നത്. ഇവരിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത ലിസ്റ്റിൽ ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. അതെന്താണെന്നറിയോ സാറേ? ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 2007, ഇപ്പോൾ 2024 ആകുമ്പോൾ 17 വർഷമൊക്കെ പിന്നിട്ടപ്പോൾ അന്ന് ഒരു 40 വയസ്സിലോ മറ്റോ ഒക്കെ കയറിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, റാങ്ക് ലിസ്റ്റ് വന്ന് കുറച്ച് കഴിഞ്ഞൊക്കെയാണല്ലോ കിട്ടുന്നത്. അവരൊക്കെ ഇപ്പോൾ റിട്ടയർ ചെയ്യാനുള്ള അടുത്ത ഈ ഒരു ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് റിട്ടയർ ചെയ്യാനുള്ള പാകമാകും. അത് മാത്രമല്ല, ഒരുപാട് ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാടെന്ന് പറഞ്ഞാൽ തൽക്കാലം ഭേദപ്പെട്ട ഒഴിവ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ പിള്ളേരെ ഒരുപാടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഇതാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇപ്പോൾ 2-3 മാസം മുമ്പുണ്ടായ ഒരു കോടതി വിധി ശ്രദ്ധിച്ച് കാണും. അത് ഹൈക്കോടതിയുടെ നിരീക്ഷണം. നമ്മുടെ ഹൈസ്കൂൾ തലത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിഗ്രി എടുത്തിട്ടുള്ള BEd എടുത്തിട്ടുള്ള അധ്യാപകരായിരിക്കണമെന്ന് കോടതി ഒരു വിധിയല്ല പ്രസ്താവിച്ചത്, ഒരു മാർഗനിർദ്ദേശം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർഗനിർദ്ദേശം കൂടെ ഗവൺമെൻറ് പാലിക്കുകയാണെങ്കിൽ ഇനി അങ്ങനെയുള്ള, ഇപ്പോഴും നമുക്കറിയാം പല സ്കൂളുകളിലും പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആരാ? സയൻസ് ടീച്ചേഴ്സോ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചേഴ്സോ ഒക്കെയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാറിയിട്ട് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എത്ര പോസ്റ്റ് ഉണ്ടെന്ന് കണ്ടെത്തി അതിലേക്ക് ഇതിൽ നിന്നൊരു നിയമനം നടത്തുന്നൊരു സ്ഥിതി അടുത്ത ലിസ്റ്റ് ആകുമ്പോൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം തന്നെ ഈ പ്രാവശ്യത്ത് നമ്മൾ നിയമനില പരിശോധിക്കുമ്പോൾ കൊല്ലത്ത് നമുക്കറിയാം ഇപ്പോൾ ഏകദേശം 1.5 വർഷമായിട്ടില്ല, ഇപ്പോൾ ഏകദേശം എന്താണ് 1 വർഷമൊക്കെ അടുക്കുന്നു അല്ലേ. 1 വർഷമൊക്കെ അടുക്കുമ്പോൾ തന്നെ കൊല്ലത്ത് 11 നിയമനം, ആലപ്പുഴ 4 നിയമനം, പിന്നെ വയനാട് 8 നിയമനം നടന്നിട്ടുണ്ട്. അതുപോലെ ട്രിവാൻഡ്രം 18 നിയമനം നടന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് ആ നിയമന നില പോകുന്നത്. ചില ജില്ലകളിലൊക്കെ കുറവാണ്. ഇപ്പോൾ പത്തനംതിട്ട പോലുള്ള ജില്ലകളിലൊക്കെ 1 നിയമനമേ നടന്ന് കാണുന്നുള്ളൂ. പക്ഷേ ഇനി വരുമായിരിക്കും. പക്ഷെ എന്തായാലും അടുത്ത ലിസ്റ്റിന് ഇത്ര ഒരു മന്ദിഭാവം ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. കാരണം ഞാൻ ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആ ഒരു കണക്ക് പറഞ്ഞത്. കൂടുതൽ ഒഴിവ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഭേദപ്പെട്ട ഒഴിവ് ഇപ്പോഴത്തെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നീട് എല്ലാവരുടെയും ഒരു പ്രശ്നം, ഇത്ര നേരത്തെ പഠിച്ചു തുടങ്ങണോ? ഇപ്പോൾ ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, എർലി ബേർഡ് ക്യാച്ചസ് ദ ഫ്ലൈ എന്ന് പറയും. നേരത്തെ തുടങ്ങിയാൽ നേരത്തെ എത്തും. എൻട്രിയിൽ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ എൻട്രി മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും HSA ക്ലാസ്സുകൾ, വിവിധ HSA സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു വലിയ സിലബസ് നമ്മുടെ മുമ്പിലുണ്ട്. ആ സിലബസ് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ബാക്കിയുള്ള പരീക്ഷകൾക്ക് പഠിക്കുന്നത് പോലെയല്ല, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ നേരത്തെ തുടങ്ങുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോഴ്സ് ആരംഭിക്കുന്നത്. ജൂലൈ 5-ാം തീയതി എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടിയുള്ള ഒരു ഗോൾഡ് ബാച്ച്, HSA ഗോൾഡ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ്. 7ഓളം ഫാക്കൽറ്റിയെ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലിംഗ്വിസ്റ്റ്, ഫോണറ്റിക്സ്, ലിറ്റററി ക്രിറ്റിസം, ഇംഗ്ലീഷ് ഗ്രാമർ പോലെയുള്ള ടഫ്സ് ടോപ്പിക്സുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ കോഴ്സ് 150 ദിവസത്തെ കോഴ്സാണ് മുന്നോട്ട് കൊണ്ടുപോകാനിരിക്കുന്നത്. പിന്നീട് എല്ലാവർക്കും വരുന്ന ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? ആൾറെഡി നമുക്കറിയാം HSAയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, PG ആക്കാൻ സാധ്യതയുണ്ടോ, PG ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തായിരിക്കും സാർ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? PG വേണ്ട. അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് BA, ബാച്ചലർ ഓഫ് ആർട്സ്, ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ അല്ലേ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതാണ് വരുന്നത്.
അപ്പോൾ അവിടെ ഇനി ഒരാൾ BA ഡിഗ്രി ഹിസ്റ്ററിയാണ് എടുത്തത്, പക്ഷേ അയാൾ MAക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്തു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ BEd കൂടെ ഉണ്ടെങ്കിൽ, കൺസേൺഡ് സബ്ജക്റ്റിൽ BEd കൂടെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പിന്നെ ഇൻ്റഗ്രേറ്റഡ് BA ED എടുക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സബ്ജക്റ്റിലാണ് അത് എടുത്തിട്ടുള്ളതെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇൻ്റഗ്രേറ്റഡ് ആണല്ലോ, BAയുടെ കൂടെ തന്നെ BEd കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നമില്ല. പിന്നെ ഇവർക്ക് എപ്പോഴും കേറ്ററ്റ് വേണം, കേറ്ററ്റ് ഓർ ടെറ്റ്. പിന്നെ അവിടെയും ചില കൺസെഷൻസ് ഉണ്ട്. ഇപ്പോൾ MPhil പാസ്സായവരാണെങ്കിൽ അവർക്ക് കേറ്ററ്റ് നിഷ്കർഷിക്കില്ല, അവിടെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും. പിന്നീട് വരുന്നത് ഏജാണ്. ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എങ്ങനെയാണ്? ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അധ്യാപക തസ്തികകൾക്കൊക്കെ അപ്പർ ഏജ് ലിമിറ്റ് 40 ലോവർ 18 തന്നെയാണ്, 18-40. അപ്പോൾ അവിടെ ഈ 18-40 എന്ന് പറയുമ്പോൾ, 40 എന്ന് പറയുന്നത് പിന്നെ ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ജനറൽ ആയിട്ടുള്ളതാണ്. അതേസമയം പിന്നെ പിന്നാക്ക സമുദായവും പട്ടികജാതി പട്ടികവർഗവും ആകുമ്പോൾ അവിടെ പൊതുതത്വങ്ങൾ അനുസരിച്ചുള്ള ആ ഒരു വയസ്സളവ് ലഭിക്കും. പിന്നോക്ക സമുദായങ്ങൾക്ക് 3 വർഷം വയസ്സളവുണ്ട്, പട്ടികജാതി പട്ടികവർഗത്തിന് 5 വർഷം വയസ്സളവുണ്ട്. അപ്പോൾ അവിടെ തന്നെ പിന്നെ നമ്മളുടെ ജനറൽ റൂൾസിൽ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അവിടെ റൂൾ 2 പറയുന്നുണ്ട്, ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗവും അതുപോലെ തന്നെ പ്രായപൂർത്തിയായ ശേഷം പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് പരിവർത്തനം ചെയ്ത് OX എന്നൊരു വിഭാഗം ഉണ്ടല്ലോ, SCC അതർ ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു പോയവർ, അവരും അവരുടെ സന്തതി പരമ്പരകൾക്കുമൊക്കെ 50 വയസ്സുവരെ അവർക്ക് മാക്സിമം റിലാക്സേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറ്റില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, റൂൾ 2 ബാധകമല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. ആ ഒരു സാഹചര്യമുണ്ട്. പിന്നെ എക്സ് സർവീസ്മെന്മാർക്കും അതുപോലെ തന്നെ PH ആയിട്ടുള്ള ആൾക്കാർ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഡിഫറൻഷ്യലി ഏബിൾഡ് ഉണ്ടല്ലോ, അവർക്കൊക്കെ കൺസെഷൻസ് ഉണ്ട്, അവരുടേതായ കൺസെഷൻസ് ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഏജിനെ കുറിച്ചും അതുപോലെ ക്വാളിഫിക്കേഷനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സിലബസ് അനുസരിച്ചൊരു റിവിഷൻ ചെയ്യാനുള്ള സമയം മാത്രമേ നമുക്ക് കിട്ടൂ. സാറേ, ഈ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞിട്ട് എത്ര നാളിനുള്ളിൽ പരീക്ഷ പ്രതീക്ഷിക്കാം? പരീക്ഷയൊക്കെ തീരുമാനിക്കുന്ന കമ്മീഷനാണ്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ 2023 ജൂൺ ടു സെപ്റ്റംബർ വരെ വരുന്നുണ്ട്, ലിസ്റ്റുകൾ വന്നു. ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 2026 വരെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു 25 ആദ്യമൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാലും അവർക്ക് 25 ഒരു ജൂലൈ ഒക്കെ കഴിയുമ്പോൾ പരീക്ഷയൊക്കെ നടത്തി പിന്നീട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അറിയാമല്ലോ. ഇതിന് 100 മാർക്ക് പരീക്ഷ, 20 മാർക്ക് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ട് അടുത്ത ലിസ്റ്റ് ക്യാൻസൽ ആകുന്നതിന് മുമ്പ് ലിസ്റ്റ് ഇട്ടാൽ മതി. ഓക്കെ, കാരണം ആ ലിസ്റ്റ് ക്യാൻസൽ ആകുന്നതിൻ്റെ അടുത്ത ദിവസം ലിസ്റ്റ് ഇട്ടാൽ മതി. ഇപ്പോഴത്തെ PSCയുടെ നയം, പണ്ട് അങ്ങനൊന്നും അല്ല. HSA എന്നൊക്കെ പറഞ്ഞാൽ ക്യാൻസലായി പിന്നെ 2-3 മാസം കഴിഞ്ഞ് പുതിയ വേക്കൻസികൾ വന്നിട്ടൊക്കെ നോട്ടിഫിക്കേഷൻ ചെയ്യൂ. ഇപ്പോൾ നമ്മൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ കാര്യമൊക്കെ എടുത്താൽ 2016 ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ്, ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. കുട്ടികളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കണം. 2016 നോട്ടിഫിക്കേഷൻ വന്നു. 2016 മുതൽ ഈ പറഞ്ഞ ഫിസിക്കൽ സയൻസിൽ ക്വാളിഫിക്കേഷൻ എടുത്തവർക്ക് ഇവിടെ ടീച്ചർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ഹൈസ്കൂൾ ടീച്ചർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അത് ഒരു കോടതിയുടെ ഒരു പ്രശ്നം കൂടെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2025 തന്നെ പരീക്ഷ പ്രതീക്ഷിക്കണം. 2025 തന്നെ പരീക്ഷ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ പിന്നെ ഈ പുതിയ ലിസ്റ്റ്, ഇപ്പോഴുള്ള ലിസ്റ്റ് ക്യാൻസലാകുന്നതിൻ്റെ അടുത്ത ദിവസം തൊട്ട് പുതിയ ലിസ്റ്റ് വരുമെന്നാണ് നമ്മളുടെ കണക്ക് കൂട്ടൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ അനുസരിച്ച് 2025 ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്നു, ഉടനെ തന്നെ പരീക്ഷയും നടക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ 2025 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിവിഷൻ ചെയ്യാനുള്ള സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് പാർട്ട് 1 പാർട്ട് 2 എന്നും പറഞ്ഞ് 2 ഭാഗമായിട്ടാണ്. പാർട്ട് 2 നമ്മുടെ സബ്ജക്റ്റ് ആണെങ്കിൽ പാർട്ട് 1 അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്കാണ് റാങ്ക് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ GK, റിനൈസൻസ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ ടീച്ചിങ് മെത്തഡോളജി തുടങ്ങിയ ആ ജനറൽ പേപ്പർ അല്ലെങ്കിൽ പാർട്ട് 1നും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കോഴ്സുകളാണ് എൻട്രിയിൽ ഞങ്ങൾ ഒരുക്കാനിരിക്കുന്നത്. എൻട്രിയിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. HSA ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഇത് ലീഡ് ചെയ്തത് മീര മിസ്സാണ്. ഒരുപാട് റിസൾട്ട്, ഒരുപാട് പേരിപ്പം കേരളത്തിലെ പല ജില്ലകളിലായിട്ട് നമ്മുടെ എൻട്രി ആപ്പിൽ നിന്നും പഠിച്ചിറങ്ങിയ അധ്യാപക ഉദ്യോഗാർത്ഥികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടതാണ്.
സോ നമ്മൾ ആ ഒരു റിസൾട്ടിൻ്റെ പിൻബലത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കോഴ്സിനെ കുറിച്ച് പറയാൻ വന്നത്. എത്രയും പെട്ടെന്ന് കോഴ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഒരു 150 ദിവസത്തെ പഠനം കൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ ഓരോ മേഖലയും ഒരു അധ്യാപകനല്ല എല്ലാം, ഇപ്പോൾ ലിറ്ററേച്ചർ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല. ഇപ്പോൾ ലിംഗ്വിസ്റ്റ്, അതുപോലെ ഫൊണറ്റിക്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മാത്രമായിട്ട് നമുക്കൊരു അധ്യാപകനുണ്ട്. ടീച്ചിങ് മെത്തഡോളജി, പെഡഗോജി, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ കൈകാര്യം ചെയ്യുന്നു, വൊക്കാബുലറി ഞാൻ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഓരോ വിഭാഗവും കൈകാര്യം ചെയ്യുന്നത് ഓരോ അധ്യാപകരാണ്. അതിൻ്റെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കോഴ്സിൻ്റെ ഭാഗമാകുക എല്ലാവരും. നേരത്തെ ഏർലി ബേർഡ് ക്യാച്ചസ് ദ ഫ്ലൈ എന്നാണ്. അപ്പം നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടത് എന്തായാലും അത്യാവശ്യമല്ലേ സാർ? തീർച്ചയായും. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എന്തായാലും ഇപ്പോൾ എൻട്രിയെ സംബന്ധിച്ചിടത്തോളം എൻട്രി ഇങ്ങനൊരു തീരുമാനമെടുത്തത് വളരെ ഉചിതമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് അതിൻ്റെ നേതൃസ്ഥാനത്ത് സാറിനെ പ്രതിഷ്ഠിച്ചതിൽ എനിക്ക് സന്തോഷമുള്ളത്. കാരണം സാർ ഇപ്പോൾ നമ്മുടെ കേരള PSCയിലൊക്കെ ഇംഗ്ലീഷ് ഗ്രാമർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം സാറിനെ പറ്റി പല പിള്ളേരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരടിസ്ഥാനവുമില്ലാതെ വന്നിട്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ നന്നായി പഠിക്കാൻ കഴിഞ്ഞു, ഇപ്പോൾ അതിൽ 10 മാർക്ക് നേടാൻ കഴിഞ്ഞു എന്നൊക്കെ പറയാൻ കഴിഞ്ഞു. അപ്പോൾ ആ വിജയചരിത്രം സാറ് എന്തായാലും ഈ ഒരു പോസ്റ്റിൽ തുടരണം, അധ്യാപകരെ സൃഷ്ടിക്കുന്നത് തുടരണം. സാറിന് എല്ലാ വിജയാശംസകളും. താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ കോഴ്സിൻ്റെ ഭാഗമാകുക, പഠിച്ചു തുടങ്ങുക. നമുക്കറിയാം നിങ്ങളും അധ്യാപകരാണ്, ഞങ്ങളും അധ്യാപകരാണ്. നിങ്ങൾ വെറും ഉദ്യോഗാർത്ഥികളല്ല, അധ്യാപക ഉദ്യോഗാർത്ഥികളാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നല്ല കണ്ടൻറ്റ് കിട്ടുന്നിടത്ത്, അല്ലെങ്കിൽ നല്ല ക്ലാസ് കിട്ടുന്നിടത്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് 100% നമ്മളെ വിശ്വസിക്കാം. കോഴ്സിൻ്റെ ഭാഗമാകുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന അധ്യാപകനായിരിക്കുക എന്നുള്ളൊരു സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.